യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലലൂയ ഹാലലൂയ. രക്ഷകനെ ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിന രാത്രിയിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതന്ന, ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നമ്മൾക്ക് ശ്രേഷ്ഠരായ എത്രയോ പേർ കിടക്കി നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ഭാരത്തിലായിരിക്കുമ്പോൾ, പ്രയാസത്തിലും മധ്യത്തിലായിരിക്കുമ്പോൾ പെട്ടെന്ന് കേട്ട ചില സംഭവങ്ങൾ അവരെ ഞെട്ടലിലേക്ക് കൊണ്ടുപോയിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ നമ്മെ ആയുസ്സോടും ആരോഗ്യത്തോടും ബലത്തോടും ദൈവം തമ്പുരെ എഴുന്നേൽപ്പിച്ചു കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കായിട്ട്, ദൈവത്തിന്റെ എല്ലാ കരുതലുകൾക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയെന്നല്ലാതെ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവത്തിന്റെ കൃപയും കരുതലും സംരക്ഷണവും നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. ആമേൻ. സ്തോത്രം. തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിന്റെ സംരക്ഷണം വെളിപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലെ, നാം ദൈവത്തിൽ ആശ്രയിച്ചാണോ യാത്ര ചെയ്യുന്നത്? ദൈവത്തിന്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 125 1 വാക്യത്തെ ഇപ്രകാരം കാണുന്നു: യഹോവയിൽ ആശ്രയിക്കാവുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അവിടെ ആരോഹണ ഗീതമായിട്ട് സങ്കീർത്തനം എഴുതിയിരിക്കുമ്പോൾ സംരക്ഷകനായിരിക്കുന്ന ദൈവത്തെ കുറിച്ച് അത്രേ അവിടെ പറഞ്ഞിരിക്കുന്നത്. 2025 പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ഈ ലോകത്ത് എന്ത് നടക്കുമെന്ന് നമുക്കറിയത്തില്ല, നമ്മുടെ ചുറ്റുപാടും എന്ത് നടക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ഈ പകൽക്കാലം ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവവചനത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയാനായിട്ടുള്ളത് ദൈവത്തിന്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. സ്തോത്രം. പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ നമ്മുടെ ചുറ്റുപാടും വരികയില്ലെന്നല്ല, പക്ഷേ അതിനകത്തൊക്കെയും ദൈവത്തിന്റെ ഒരു പരിപാലനം, ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ, ദൈവത്തിന്റെ ഒരു കരുതല് ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ, ദൈവ പൈതന്റെ കുടുംബത്തിനകത്ത്, ദൈവ പൈതന്റെ തലമുറയ്ക്കകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. നീ ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണോ? നീ ലജ്ജിപ്പ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആർക്കും സംരക്ഷിക്കാൻ പറ്റാത്ത ഇടത്തിലും ദൈവത്തിന്റെ സംരക്ഷണം നിനക്ക് വേണ്ടി വെളിപ്പെടും. അങ്ങനെക്ക് ഈ 2025 ആരംഭ ദിനങ്ങളിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സംരക്ഷണം ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതന്റെ ജീവിതത്തിൽ പകരുന്ന വർഷമത്രേ. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്ത് എന്ത് നടന്നുകൊള്ളട്ടെ, എന്തെല്ലാം ന്യൂസുകൾ നാം കേട്ടുകൊള്ളട്ടെ, പക്ഷെ അതിന്റെ നടുവിലൊക്കെയും ദൈവത്തിന്റെ കരുതൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാം. ആ ഒരു ഉറപ്പോടു കൂടി, ആ ഒരു വിശ്വാസത്തോടു കൂടി നമുക്ക് ദൈവത്തിൽ മാത്രം പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. സ്തോത്ര. ഈ ലോകത്തിലെ ആശ്രയങ്ങളൊക്കെയും വൃതമായി തീരുമ്പോൾ ദൈവത്തിൽ നാം ആശ്രയിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ എത്ര വന്നിരിക്കുന്ന. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. അതിനായി ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. തന്റെ ആരോഹണ സങ്കീർത്തനമായി കാണുമ്പോൾ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന ഒരു സിയോൻ പർവ്വതമാകുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ കടന്നു വന്നിരിക്കാം, പ്രതികൂലങ്ങൾ കടന്നു വന്നിരിക്കാം, പ്രതിസന്ധികൾ കടന്നു വരാം, ഇതുവരെ നീ കടന്നു പോകാത്ത സാഹചര്യങ്ങളിൽ കൂടി നീ കടന്നു പോകേണ്ടി വന്നിരിക്കാം. പക്ഷേ അതിന്റെ നടുവിലൊക്കെയാ ദൈവത്തിന്റെ ആഴമേറിയ പ്രൊട്ടക്ഷൻ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുക. നീ കുലുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയായും തീരും. അവിടെ കാണുവാൻ സാധിക്കുന്നു, എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. നീ ഒരു പർവ്വതം പോലെ ദൈവം നിന്നെ നിർത്തുവാനായിട്ട് ഇടയത്തിരും. കാറ്റുകളും കോളുകളൊക്കെ നിന്റെ ജീവിതത്തിനകത്തേക്ക് ആഞ്ഞ് അടിച്ച് കയറി കഴിഞ്ഞാൽ നീ തകർന്നു പോകുവാനായിട്ട് ഇടയായി തീരാതവണ, നീ കുലുങ്ങിപ്പോകുവാൻ ഇടയാകാതവണ ക്രിസ്തുവാകുന്ന
ഉറപ്പാകുന്ന പാറമേൽ നിന്നെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നിന്റെ കുടുംബം തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറകൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ജോലി മേഖല തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ഫിനാൻസ് മേഖലയിൽ അല്ലെങ്കിൽ പരാജയങ്ങൾ കടന്നു വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആർക്കാ? ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതനെ. 2025 സ്തോത്ര 2024 നാം പലതിലും ആശ്രയിച്ച് കാണാം. നമ്മുടെ കഴിവില്, നമ്മുടെ എക്സ്പീരിയൻസിൽ, നമ്മുടെ യോഗ്യതകളിലെ പലതിലും നാം ആശ്രയിച്ച് കാണും. നമ്മുടെ ചുറ്റുപാട് നിന്നവരിലൊക്കെയും ഞാനും നിങ്ങളും ആശ്രയിച്ച് കാണും. പക്ഷേ ഈ 2025 ഞാൻ പറയട്ടെ, നമ്മുടെ ആശ്രയം പൂർണ്ണമായിട്ടും യഹോവയിൽ വയ്ക്കണം. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. ഹല്ലേലൂയ. നീ കുലുങ്ങാതെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്ന് മുന്നോട്ട് പോകണമോ? കർത്താവ് നിനക്ക് ഒരുക്കിയിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കണമോ? നീ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറാക്കണം. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിച്ച ദൈവ പൈതങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത വിടുതലുകൾ എങ്ങനെയാ ദൈവത്തിന്റെ സംരക്ഷണം വെളിപ്പെട്ടതെന്ന് 1-2 കാര്യങ്ങൾ നമുക്ക് പ്രഭാതത്തിൽ ചിന്തിക്കാം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ നോഹയുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ സംരക്ഷണം വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 14 മുതൽ 22 വരെയുള്ള വാക്യത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യഹോവയെ ദൈവം നോഹയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ജനത്തിന്റെ മ്ലേച്ഛ നിമിത്തം, പാപനിമിത്തമായിട്ട് ഞാൻ ഭൂമിയെ നശിപ്പിക്കാനായിട്ട് പോകുന്നുവെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പെട്ടകം ഉണ്ടാക്കണമെന്ന് നോഹയ്ക്ക് ദൈവത്തിന്റെ ഒരു അരുളപ്പാട് കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇതനുസരിച്ച് നോഹ എന്ത് ചെയ്യുന്നു? ഒരു പെട്ടകം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം എന്തു പറഞ്ഞു അത് അങ്ങനെ തന്നെ അനുസരിക്കുന്ന ഒരു നോഹയെ കാണുവാൻ സാധിക്കുന്നു. എബ്രായർ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോ 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ടു തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു എന്ന് വചനത്തിൽ കാണുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വചനത്തെ എബ്രായ ലേഖനകർത്താവ് വ്യക്തമായി പറയുന്നു, വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ ദൈവത്തിലുള്ള ആശ്രയമാണ്. കാരണം മഴ എന്തെന്നോ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്നൊന്നും നോഹയ്ക്ക് അറിയില്ല. പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിന്റെ വാക്കുള്ള വിശ്വാസവും ആശ്രയവും നിമിത്തമായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഒരു ഭയഭക്തി നിമിത്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു എന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിന്റെ വാക്ക് അല്ലെങ്കിൽ ദൈവം പറഞ്ഞത് അരുളപ്പാട് നോഹ അതേ രീതിയിൽ അനുസരിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ജനത്തിന്റെ മ്ലേച്ഛ നിമിത്തം ഭൂമിയെ നശിപ്പിക്കുവാൻ ദൈവം പദ്ധതിയിടുമ്പോ അതിന്റെ നടുവിൽ നിന്ന് നീതിമാനായിരിക്കുന്ന നോഹയെ ദൈവം നീതിമാനായി കണ്ടിട്ട് നോഹയും കുടുംബത്തെയും ദൈവം സംരക്ഷണം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, എന്തെല്ലാം പ്രയാസങ്ങൾ ചുറ്റുപാടും കടന്നു വന്നാലാ അതിനകത്തുനിന്ന് ദൈവ പൈതനെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരാ. അതിനകത്ത് തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 18-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. 17-ാം വാക്യത്തിൽ ആകാശത്തിന് കീഴിലുള്ള ശ്വാസമുള്ള സർവ്വജഡത്തെ നശിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും, ഭൂമിയിലുള്ളതൊക്കെ നശിച്ചു പോകും എന്ന നോഹയോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ 2025 ഞാൻ പറയട്ടെ, നിന്നോടുള്ള ദൈവത്തിന്റെ ചില നിയമങ്ങൾ ദൈവം ചെയ്യുവാനായിട്ട് ഇടയത്തില്ല. നിന്നെ നിന്റെ കുടുംബത്തെയും നശിപ്പിക്കാതെ സംരക്ഷണം ചെയ്യുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതന്റെ ജീവിതത്തെ വെളിപ്പെടുന്ന വർഷം അത്രേ. സ്തോത്രം. ഹല്ലേലൂയ. എന്തോ സംഭവിക്കട്ടെ ചുറ്റുപാടും. ഹല്ലേലൂയ. പക്ഷെ നീ ദൈവത്തിൽ ആശ്രയിച്ചാണോ? ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നത് ഞാൻ പറയട്ടെ, ദൈവത്തോടുള്ള ഭയഭക്തി പൂണ്ട് നീ ജീവിതത്തിൽ കർത്താവിനെ സേവിച്ച് നിൽക്കുന്ന വ്യക്തിയാണോ? ദൈവം നിന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിനായിട്ട് നിന്നെ ചിലതിനകത്തേക്ക് അകപ്പെട്ടു പോകാതവണ, ചിലതിനകത്ത് വീണു പോകാതവണ ദൈവം നിന്നെ മറയ്ക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. ഈ പൽക്കാലം വിശ്വസിക്കുക. സ്തോത്ര. ചിലതൊക്കെ നീ കണ്ണുകൊണ്ട് കാണാം, ചിലതൊക്കെ നിന്റെ ചുറ്റുപാടും നടക്കുന്നത് കാണുമായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, അതിനകത്ത് അകപ്പെട്ടു പോകാതെ
അത് നിന്നെ തൊടാതെ വേണം, നിന്റെ കുടുംബത്തെ തൊടാതെ വേണം. ദൈവത്തിന്റെ നിയമം നിന്റെ മേൽ ഇട്ടുകൊണ്ട് ഹല്ലേലൂയ ദൈവം നിന്നെ ചിലതിനകത്ത് മറയ്ക്കുവാനായിട്ടിടയത്തില്ല. നിന്നെ വിട്ട് ചിലത് ഒഴിഞ്ഞു പോകുവാനായിട്ട് ഇടയായിത്തീരാ. കർത്താവിന്റെ കരം നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെ ഈ 2025 പറയട്ടെ, ദൈവത്തിന്റെ സംരക്ഷണം എത്ര പേർക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അവർ ദൈവത്തിൽ ആശ്രയിച്ച് തുടങ്ങിയിട്ട് ഹല്ലേലൂയ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് കൊള്ളട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം തകരാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ കാണുന്നു, നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും. ആരോടാ? ദൈവഭക്തനായി ജീവിച്ച നീതിമാനായി കണ്ട നോഹയോട് ദൈവം പറയുന്നു, നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും. നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രിമാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. പെട്ടകത്തിനകത്തേക്ക് അവരെയും കയറ്റുവാനായിട്ടിടയെത്തുന്നു. ചിലതിനകത്തേക്ക് ദൈവം നിന്നെ കയറ്റി നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. പ്രിയ ദൈവപൈതലെ വിശ്വസിക്കുക. ഒന്നാമത് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവപൈതന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നിന്നോട് ചില നിയമങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സംരക്ഷണം വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന്റെ കൃപ നിനക്ക് വേണ്ടി ചലിക്കും. ഹല്ലേലൂയ. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അതുപോലെ ഈ 2025 നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ. നീ ദൈവത്തിൽ ആശ്രയിക്കുക. നാം ആടി ഉലഞ്ഞു നിൽക്കുന്നവരായിട്ടല്ല. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ നീ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന വ്യക്തിയാണോ, ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. വീണ്ടും ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 3 എബ്രായർ ബാലന്മാരെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവർ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 3-ാം അധ്യായം അതിന്റെ 16-17 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. സദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങൾ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും എന്നവർ പറയുവാനായിട്ട് ഇടയെത്തുന്നു. എബ്രായർ ബാലന്മാരാണ്. എന്നാൽ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു, അവർ ധൈര്യത്തോടെ പറയുന്നു, ഈ ദൈവം ഞങ്ങളെ വിടുവിക്കും എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ തുടർന്നുള്ള ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ദൈവത്തെ മാത്രമേ സേവിക്കത്തുള്ളൂ എന്നൊക്കെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അതിന്റെ മറുപടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 28-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, സദ്രക്കിന്റെ മേശക്കിന്റെ അബേദ്നെഗോവിന്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ തന്നിൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാത്ത വണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ആമേ. സ്തോത്രം. പ്രിയ ദൈവപൈതലെ, ഞാൻ വിശ്വസിക്കുക. സ്തോത്രം. ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവപൈതനെ ദൈവത്തിന്റെ സംരക്ഷണം വെളിപ്പെടും. അവരെ പ്രൊട്ടക്ട് ചെയ്യും. സ്വദൂതനയച്ച് വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അവിടെ എബ്രായർ ബാലന്മാർ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. സ്തോത്രം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങൾ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങൾ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് വിടുവിക്കും. തീച്ചൂള കണ്ട് നീ ഭയപ്പെടുവാനല്ല കർത്താവ് നിന്നെ വിളിച്ചത്. ചിലപ്പോ ചിലതിന് വേണ്ടി നീ ഉറച്ചു നിൽക്കുമ്പോ, നീ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുമ്പോ, നീ അറിഞ്ഞ വിശ്വാസത്തിലേക്ക് സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോ തീയുടെ ശക്തി 10 മടങ്ങ് വർദ്ധിച്ചിരിക്കാം, 7 മടങ്ങൊന്ന് വർദ്ധിച്ചിരിക്കാം. പക്ഷേ ആ തീയുടെ ശക്തിയെ ശമിപ്പിക്കാൻ കഴിയുന്ന അഗ്നിമയമായിരിക്കുന്ന സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി അഗ്നിയിലേക്ക് ഇറങ്ങും. ഹല്ലേലൂയ. നിന്നെ സംരക്ഷണം ചെയ്യും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവപൈതന്റെ ജീവിതത്തെ ദൈവത്തിന്റെ കാവൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരാ. ഹല്ലേലൂയ. ഒരു തീക്കും നിന്നെ തകർത്ത് കളയുക, ഒരു തീക്കും നിന്നെ ദഹിപ്പിച്ച് കളയുക, ഒരു തീയുടെ മണം പോലും നിന്റെ ശരീരത്തിന് ഏൽക്കുവാൻ ഇടയാകാതെ വേണം ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവപൈതനെ സംരക്ഷണം ചെയ്യുന്ന ഒരു ദൈവത്തെ എത്രേ 2025 ഞാനും നിങ്ങളും ആരാധിക്കുന്ന, ഞാനും നിങ്ങളെ സേവിക്കുന്ന എന്നുള്ള കാര്യം മറന്നു പോകാതെ വിശ്വാസത്തോടും പ്രത്യാശയോടും ദൈവത്തിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഇത് എബ്രായർ ബാലന്മാരാണ്. അവർക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം. അവർക്ക് ഹല്ലേലൂയ അവർ കാണിച്ചത് ആ ബിംബത്തെ അവർക്ക് വേണമെങ്കിൽ നമസ്കരിക്കാം. പക്ഷെ അതല്ല അവർ ചെയ്തത്. അവർക്കറിയാം ഹല്ലേലൂയ
ഒരു ബിംബത്തിനെ അല്ല ചെന്ന് നമസ്കരിക്കേണ്ടത്. കഴിഞ്ഞ നാളുകളിൽ അവരെ വിടുവിച്ച, അവരെ രക്ഷിച്ചതായ ദൈവത്തെ മാത്രമേ സേവിക്കാവൂ എന്നൊരു തിരിച്ചറിവ് ജീവിതത്തിലുണ്ടായി. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ചുറ്റുപാടും പ്രതിസന്ധികൾ കടന്നു വരാം. നിന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞിരിക്കാം. ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തിന് തളർത്തിക്കളയുന്ന പലതും നിന്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കാം. നിന്റെ കൂടെ നിൽക്കുന്നവർ നിനക്ക് എതിരായി നിന്നിരിക്കാം. പക്ഷേ ഞാൻ പറയട്ടെ, ഈ അന്ത്യകാലഘട്ടത്തിൽ അനേകം പേരുടെ വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു കൂട്ടം പേർ ദൈവത്തിലുള്ള വിശ്വാസത്തോടും ആശ്രയത്തോടും എഴുന്നേൽക്കണമെന്ന, അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ ഈ പൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ചിലതിനകത്ത് ഉറച്ചു നിൽക്കാമോ? ഹല്ലേലൂയ. അതേനിപ്പെട്ടു പോകണ്ട. നീ പോകുന്നിടത്തൊക്കെയും ദൈവം നിന്നോട് കൂടെ ഉള്ളോണ്ട് നീ ഉറപ്പും ധൈര്യത്തോടും ആയിരിക്കാം. നീ ദൈവ ശബ്ദം കേട്ട് മൂവ് ചെയ്യുന്ന വ്യക്തിയാണോ? തീയുടെ 10 മടങ്ങ് വർദ്ധിച്ചു കൊള്ളട്ടെ. ആ തീയുടെ ഗന്ധം തൊടാതെ വേണം. ഹല്ലേലൂയ. അഗ്നി രക്തമായിരിക്കുന്ന, ഹല്ലേലൂയ, അഗ്നി ജ്വാലയ്ക്കൊത്ത ദൈവം, ഹല്ലേലൂയ, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ടിടയത്തിനോ ഒരു തീക്കും നിന്നെ തൊടാൻ കഴിയത്തില്ല. നിന്നെ തീക്കകത്തേക്ക് വലിച്ചിടുവാൻ നോക്കുന്നവ ആ തീയുടെ, ഹല്ലേലൂയ, ശക്തി കൊണ്ട് ചിലപ്പോ കരിഞ്ഞു പോയെന്നിരിക്കാം. ഹല്ലേലൂയ. പക്ഷേ ദൈവ പൈതലെ, നിന്നെ ദൈവം സംരക്ഷണം ചെയ്യും. നീ ഭാരപ്പെടണ്ട. തീയാണെന്നോർത്ത് നിരാശപ്പെടണ്ട. ഹല്ലേലൂയ. തീയുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് വിചാരിച്ച് പലതിനകത്തേക്ക് പോയി വീഴാൻ നിൽക്കണ്ട. ഹല്ലേലൂയ. മുറുകെ പിടിച്ച് നിന്നുകൊള്ളുക. ഹല്ലേലൂയ. അവിടെ കർത്താവിന്റെ കരം വെളിപ്പെടുന്നത് സ്തോത്രം. എന്റെ 27-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. പ്രധാന ദേശാധിപന്മാരും സ്ഥാനാധിപതികളും ദേശാധിപന്മാരുടെ രാജാക്കന്മാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിൽ തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെ ഇരിക്കുന്നത് കണ്ടു. ഇവര് വിചാരിച്ചത് എന്താണ്? ഈ തീയുടെ ശക്തി കൂട്ടിക്കഴിയുമ്പോ, അല്ലെങ്കിൽ ഈ തീയുടെ ശക്തി കൂട്ടുന്നത് കൂടി ഇവരുടെ ജീവിതത്തെ അവസാനിപ്പിച്ച് കളയാം. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ഒരു ദൈവ പൈതലിനെ തൊടാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. എത്ര തന്നെ തീയുടെ ശക്തി വർദ്ധിപ്പിച്ച് അവനെ തകർക്കാൻ നോക്കിയാലും അവർ കാണാത്ത ഒരു സംരക്ഷണം നിനക്കുണ്ട്. ഹല്ലേലൂയ. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രാജാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. തന്നിൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ, നമുക്കറിയാം സാഹചര്യങ്ങൾ വരുമ്പോ ഇന്ന് അത് അല്പമല്ലേ, മറ്റാരും കാണുന്നില്ലല്ലോ, ഒരല്പസമയത്തേക്ക് വേണ്ടി അത് ചെയ്താ എന്ത്, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ചില ഓഫറുകൾ വരുമ്പോ കേയും ജനം മാറിക്കൊണ്ടിരിക്കുമ്പോ, പ്രിയ ദൈവ പൈതലേ, നാം മാറി മറിയേണ്ടവരല്ല. മാറി മറിഞ്ഞു പോകുന്നതിന് വേണ്ടിയല്ല, നിന്റെ വിശ്വാസത്തെ ത്യജിച്ച് കളയുന്നതിന് വേണ്ടിയല്ല കർത്താവ് തന്റെ സ്വന്തം ജീവനെ കൊടുത്ത് നിന്നെ വീണ്ടെടുത്തത്. ഹല്ലേലൂയ. 2024 നീ തീർന്നു പോകേണ്ട അനേക സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കാണും. രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ കടന്നു വന്ന് കാണാം. നമ്മോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന അനേകം പേർ പട്ടുപോയി കാണുമായിരിക്കും. പക്ഷേ അതിന്റെ നടുവിൽ നിന്നൊക്കെയോ ഒരു കേടും പറ്റാതെ വേണം, പ്രതികൂലത്തിന്റെ ശക്തി നിന്നെ തൊടാതെ വേണം, പ്രതികൂലത്തിന്റെ മണം പോലും നിന്നെ തൊടാതെ വേണം പ്രൊട്ടക്ട് ചെയ്ത് കാത്തത് ഈ 2025-നകത്തും നീ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി എത്രേ, നിന്നെ കൂടി ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി എത്രേ, നിന്നെ കൂടി ചിലർ കൂടി കർത്താവിനെ അറിയുന്നതിന് വേണ്ടി എത്രേ. ഹല്ലേലൂയ. പറഞ്ഞില്ലേ 2024 ഞാൻ തീർന്നു പോകേണ്ട വ്യക്തിയായിരുന്നു. എനിക്കറിയില്ല ആരാ പിടിച്ചു നിർത്തിയതെന്ന്. പിടിച്ചു നിർത്തിയത് ഉടയവനെങ്കിൽ നിന്നിൽ കൂടി ചിലർ ദൈവത്തെ കാണണം. ഹല്ലേലൂയ. നിന്നെ തീ ചൂളക്കകത്തും പ്രശ്നത്തിനകത്തും വലിച്ചിട്ട ഒത്തിരി പേര് കാണുമായിരിക്കാം. സ്തോത്ര. നീ അറിഞ്ഞും അറിയാത്ത കാര്യത്തിന് നിന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞവർ കാണുമായിരിക്കാം. നിന്നെ എങ്ങനെയും വിശ്വാസത്തിൽ നിന്ന് തള്ളിയിടുവാൻ നോക്കിയവർ കാണുമായിരിക്കാം. പക്ഷെ അവർ പറയണം, നിന്റെ ദൈവമാണ് യഹോവയെ, ദൈവമത്രേ വാഴ്ത്തപ്പെട്ടവൻ, ഈ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുതെന്ന് അവരുടെ നാവ് കൊണ്ട് പറയത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ കര നിന്നിൽ കൂടി ചലിക്കേണ്ടതിന് വേണ്ടിയാ ദൈവം നിന്നെ ഉറപ്പിച്ചത്. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ആശ്രയവും വിശ്വാസവും ദൈവത്തിൽ വയ്ക്കുക. നിന്നെ ദൈവം സംരക്ഷണം ചെയ്യുക. ഒരു തീക്കകത്ത് നീ വെന്തു പോകുക, ഒരു തീയുടെ മണവും നിന്നെ തൊടുവാൻ ഇടയാക്കാത്തവണ്ണ നിന്നെ കാക്കുന്ന ഒരു അഗ്നിരക്തമായിരിക്കുന്ന അഗ്നിമയമായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ.
അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ സ്വദൂതനെ അയച്ചു വിടുവിച്ചിരിക്കുന്നുവല്ലോ. അതേ ദൈവ പൈതലിന് വേണ്ടി സ്വദൂതനെ ദൈവം അയക്കും. ഹല്ലേലൂയ. നീ തീക്കകത്തിരിക്കും വീഴുമ്പോ അല്ലെങ്കിൽ മാറി നിന്ന് ചിരിക്കുന്ന ഒരു കർത്താവല്ല നമുക്കുള്ളത്. സ്തോത്രം. ആ തീക്കകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെക്ക് വിശ്വസിക്കുമോ? ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ നമുക്ക് 6-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാനിയേലിനെതിരായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നിയമം എഴുതി ചേർത്തു അവനെ തകർത്തു കളയുവാൻ പല പദ്ധതിയും ഇട്ടിട്ട് അവനെ ഒരു കുറ്റവും കുറവും കാണാത്തത് കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവന്റെ പ്രാർത്ഥന ഒരു കാര്യത്തെ പിടിക്കുവാനായിട്ട് ഇടയെ തുറന്നു. അവൻ സ്തോത്ര രാജാവിനോടല്ലാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ മറ്റെന്തിനെങ്കിലും സ്തോത്ര അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ അവനെ സിംഹത്തിന്റെ കുയിലിടുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? രാജാവിനെ കൊണ്ട് കൽപ്പന എഴുതിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. രാജാവിന് പോലും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. രാജാവ് ഒരു കാര്യം തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ആർക്കും തന്നെ എന്ത് ചെയ്യുന്നു? മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമാണ്. രാജാവ് ഒത്തിരി ബന്ധപ്പെടുന്നുണ്ടെങ്കിലും അവിടെ പറഞ്ഞു വീണ്ടും വീണ്ടും അവർ പറയുന്നുണ്ട് രാജകൽപ്പനയെ മറത്തുകൂടാ. അപ്പൊ രാജാവിന് പോലും രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ രാജകൽപ്പന അവിടെ പ്രാബല്യത്തിൽ നിൽക്കുമ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാനിയേലിനെ സൃഷ്ടിച്ചതായ ദൈവം ഹല്ലേലൂയ സിംഹത്തിന്റെ വായ അടപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലേ, നിന്നെ ഏതിനകത്ത് കുഴിക്കകത്തിട്ടാലും അതിന്റെ വായ അടപ്പിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം അത്ര നിന്റെ കൂടെയുള്ളത്. ഹല്ലേലൂയ. നിയമങ്ങൾ എഴുതുവാനും രാജകൽപ്പനകൾ മുദ്രയിടുവാനേ ഈ ലോകത്തിലെ ഭരണാധികാരികൾക്ക് കഴിയത്തുള്ളൂ. പക്ഷേ ആ നിയമം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന ആ നിയമത്തിനകത്ത് ഒരു ദൈവ പൈതലിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ദാനിയേൽ ചെയ്ത ഒരു കാര്യമുണ്ട്. നിയമം തനിക്കെതിരായി കടന്നു വന്നപ്പോഴും തന്റെ ആശ്രയം മാറിയില്ല. ഹല്ലേലൂയ. താൻ പ്രധാന ദേശാധിപന്മാരോടത്തോ അവരോടത്തോ ഒന്നും കടന്നു പോയില്ല. എന്നെ ഇതിനകത്തൊന്നും വിടുവിക്കണമെന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്കൊരു കുറ്റവും കാണാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവൻ വിശ്വസ്തയോടെ നിന്നുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. സിംഹത്തിന്റെ കുഴിയിലിടുമെന്ന് പറഞ്ഞപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവൻ ദൈവത്തിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായി. അവൻ പ്രാർത്ഥന മുടക്കിക്കളഞ്ഞില്ല. അവൻ ദിവസേന ചെയ്തു വരുന്നത് പോലെ ദൈവസനെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. പ്രാർത്ഥിച്ച ദൈവഭക്തനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രാർത്ഥനയാൽ ഹല്ലേലൂയ അവിടെ നിന്ന് ദൈവഭക്തന് വേണ്ടി സിംഹത്തിന്റെ വായ ദൈവം അങ്ങ് അടപ്പിച്ചു. നീ പ്രാർത്ഥിക്കാൻ മാളിയ റൂമിൽ കയറുമെങ്കിൽ ഈ 2025 ഞാൻ പറയട്ടെ, നിന്നെ കടിച്ചു കീറാൻ കടന്നു വരുന്ന സിംഹത്തിന്റെ വായകളെ ദൈവം അടപ്പിക്കും. ഓ ജീസസ് ഹല്ലേലൂയ. ഇപ്പോൾ പരിശുദ്ധാത്മ ഞാൻ വിളിച്ചു പറയട്ടെ, നീ മറ്റാരോട് നീ ചെന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് ചെന്ന് നിൽക്കാൻ പോകണ്ട. നിന്റെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ ദൈവത്തിലുള്ള വിശ്വാസത്തോടു കൂടി ദൈവത്തിൽ ആശ്രയിച്ച് നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് നിന്റെ മാളിക മുറിക്കകത്ത് നീ കയറുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നീ കയറി ഇറങ്ങി വരുമ്പോ അടയ്ക്കേണ്ട വായികളെ ദൈവം അടയ്ക്കും. നിന്റെ പ്രാർത്ഥനയാൽ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ച് അടയ്ക്കേണ്ട വായികളെ ദൈവം അടയ്ക്കുവാനായിട്ടിടയത്തിന് നിനക്കെതിരെ വാ തുറക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ചിലതിന്റെ ക്യാരക്ടറുകളെ ദൈവം മാറ്റുവാനായിട്ടിടയായിത്തീരും. അങ്ങനെക്ക് വിശ്വസിക്കാമോ? പ്രിയ ദൈവ പൈതലേ, ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും നിന്റെ ജീവിതത്തിലുണ്ടോ? നീ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. വേഗത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് ഹിസ്കിയാവിനെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹിസ്കിയാവ് ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോ അവിടെ ദൈവത്തിൽ ആശ്രയിച്ച ഹിസ്കിയാവിനെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ചത് മുഖാന്തരമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലിനെ പറ്റി അവിടെ കാണുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഹിസ്കിയാവിന്റെ ജീവിതത്തെ നമുക്ക് കാണുന്നു. 18-ന്റെ 4-ാം വാക്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹങ്ങളെ തകർത്ത് അശേര്യ പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിൽ ധൂപം കാട്ടിവന്നു. അതിനെ നെഹുഷ്ടാൻ എന്നു പേരായിരുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അവന് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല.
ഇവിടെ സ്തോത്ര ഹിസ്കിയാവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. താൻ തകർത്ത് കളയേണ്ടതിനൊക്കെ തകർത്ത് കളഞ്ഞിട്ട് അവിടെ 5-ാം വാക്യം പറയുന്നു, അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. ഹല്ലേലൂയ. അവന്റെ തൊട്ടു മുമ്പിലത്തെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. അവൻ ഉടച്ച് കളയേണ്ടതിനൊക്കെ ഉടച്ച് കളഞ്ഞിട്ട് അവൻ ചെയ്ത ഒരു കാര്യമുണ്ട്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ചില വിടുതലിന് വേണ്ടി നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഹല്ലേലൂയ ചില അനുഷ്ഠാനങ്ങൾ കാണുമായിരിക്കാം. നിന്റെ മുൻ തലമുറകൾ പിൻപറ്റി വരുന്ന ചിലതൊക്കെ കാണുമായിരിക്കാം. പക്ഷെ ചിലതിനൊക്കെ ഉടച്ച് കളഞ്ഞുകൊണ്ട് ദൈവത്തിലൊന്ന് ആശ്രയിച്ച് നിൽക്കാൻ കഴിയുമോ? ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ദൈവത്തിലുള്ള തന്റെ വിശ്വാസവും ആശ്രയവും യഹൂദയിലുണ്ടായിരുന്ന ശ്രേഷ്ഠ രാജാക്കന്മാരിൽ ഒരാളായിട്ട് ഹിസ്കിയാവിനെ ദൈവം പരിഗണിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നീ ചിലതിന് വില കൊടുക്കുവാൻ തയ്യാറായ, നിന്റെ ആശ്രയം പൂർണ്ണമായിട്ട് ദൈവത്തിൽ വയ്ക്കുവാൻ തയ്യാറായ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ചിലരിൽ കൂടി ഒരാളായിട്ട് ദൈവം നിന്നെ പരിഗണിക്കും. ഹല്ലേലൂയ. ഇന്ന് ലോകത്ത് നിനക്ക് പരിഗണന ലഭിക്കുന്നില്ലായിരിക്കാം. നിന്റെ ഭവനത്തിനകത്ത് നിനക്ക് പരിഗണന ലഭിക്കുന്നില്ലായിരിക്കാം. നീ ആയിരിക്കുന്ന ദേശത്ത് നിനക്ക് പരിഗണന ലഭിക്കുന്നില്ലായിരിക്കാം. പക്ഷേ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു, യഹൂദ രാജാക്കന്മാരെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ഒരാളായിട്ട് ഹിസ്കിയാവിനെ ദൈവം പരിഗണിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ശ്രേഷ്ഠ രാജാക്കന്മാരിൽ ഒരാളായിട്ട്. കാരണം എന്താ? അവൻ എന്ത് ചെയ്തു? ഒറ്റ കാര്യമേ ചെയ്തോളൂ. ഉടച്ച് കളയേണ്ടതിനേക്ക് ഉടച്ച് കളഞ്ഞിട്ട് ചെയ്ത കാര്യമുണ്ട്. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അതിന് തൊട്ടായി കാണുന്നു, അവന്റെ മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിൽ ആരും അവനോട് തുല്യമായിരുന്നില്ല. അതേ, നിന്നോട് തുല്യം പറയാൻ ആരും വയ്ക്കാതെ വണ്ണം ദൈവം നിന്നെ ഉയർത്തുവാനായിട്ടിടയത്തിലും ദൈവം നിന്നെ മാനിക്കുവാനായിട്ടിടയത്തിലും അതിന് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. നിന്റെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുക. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. 2025 എങ്ങനെയും ജീവിച്ച് തകർന്ന് കളയരുതേ. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്ക്. നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ള രാജാക്കന്മാർ ചെയ്തതിലധികമായിട്ട് ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അവൻ ചെന്നിടത്തൊക്കെയും അഭിവൃദ്ധി പ്രാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അസൂരിന്റെ മുഖം തകർക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഫെലിസ്തീനെ കീഴടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതൊക്കെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ഹിസ്കിയാവിന്റെ മേൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ എത്രയേ. അങ്ങനെ ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. ചിലത് നിന്റെ മുമ്പിൽ കീഴടക്കുവത്തക്ക രീതി ദൈവത്തിന്റെ കൃപ നിന്റെ കൂടെ ഇരുന്ന് ദൈവം തരുവാനായിട്ട് ഇടയായി തീരും. നീ ചിലതിനെ തകർക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നിന്നെ ചിലത് തകർത്തുകൊണ്ടിരുന്ന് കാണുമായിരിക്കാം. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവപ്പൈത ചില മുഖങ്ങളെ തകർക്കുവാനായിട്ട് ഇടയായി തീരും. നീ എവിടെയൊക്കെ ചെല്ലുന്നുവോ അവിടേക്ക് ഒരു അഭിവൃദ്ധിയുടെ ഒരു കാലഘട്ട ദൈവം നിനക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയായി തീരും. അങ്ങനെ ഞാൻ 4 കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതന്റെ ജീവിതത്തെ ദൈവം ചെയ്യുന്ന സംരക്ഷണം, ദൈവം ചെയ്യുന്ന വിടുതലിനെ പറ്റി പറഞ്ഞത് ഒന്നാമത് ഞാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു. നോഹയ്ക്ക് ദൈവത്തിന്റെ സംരക്ഷണം വെളിപ്പെട്ടു. നോഹയെ കുടുംബത്തെ പെട്ടകത്തിനകത്ത് ദൈവം കയറ്റുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, 2025 നാം എന്തൊക്കെ കേൾക്കുമെന്നോ ഏതൊക്കെ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ 2025 എന്തൊക്കെ സംഭവിക്കുമെന്ന് സർവശക്തനായ ദൈവത്തിനറിയാം. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നീ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നീ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നീ മുറുകെ പിടിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ സന്നിധി നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്നെ സംരക്ഷണം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. തീയുടെ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിച്ചു കളഞ്ഞാല്, നിന്നെ സിംഹത്തിന്റെ കുഴി വലിച്ചിട്ട് കഴിഞ്ഞാല് അതിനകത്ത് അടയ്ക്കേണ്ട വായ്കളെ അടച്ചുകൊണ്ട് തീയുടെ ശക്തിയെ ശയിപ്പിച്ചുകൊണ്ട് നിന്നെ പുറത്തെടുക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഞാൻ ലാസ്റ്റ് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഹിസ്കിയാവ് മറ്റുള്ള എല്ലാവരെക്കാളും യഹോവയെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറായപ്പോ, താൻ ഉടച്ചു കളയേണ്ട അശേര പ്രതിഷ്ഠകളെ ഉടച്ചു കളയുവാൻ തയ്യാറായപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അസൂരിന്റെ മുഖം തകർക്കുവാൻ ഇടയാക്കി തീർത്തു അവനെ കൊണ്ട്. ഹല്ലേലൂയ. ഫെലിസ്തീനെ കീഴടക്കുവാനായിട്ട് അവനെ സഹായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് മാത്രമല്ല അവിടെ കാണുവാൻ സാധിക്കുന്നു അവന്റെ ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടായി.
ഹല്ലേലൂയ. അവന് മുമ്പും പിമ്പും അതുപോലെ അവിടെ കാണുവാൻ സാധിക്കുന്നു. അവനോട് തുല്യനായിട്ട് ആരെയും ദൈവം ഇടയാക്കിയില്ല. ഹല്ലേലൂയ. നീ ദൈവത്തിൽ ആശ്രയിച്ച നിന്നോട് തുല്യം പറയത്തക്ക രീതി ആരെയും കാണുവാൻ ഇടയാക്കാത്തവണ്ണ നിന്നെ ഉയർത്തുന്ന, നിന്നെ പരിഗണിക്കുന്ന, നിന്നെ സംരക്ഷണം ചെയ്യുന്ന, നിന്റെ കുടുംബത്തെ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക, ആ ദൈവത്തിൽ ആശ്രയിക്കുക. പ്രതികൂലങ്ങൾ വരത്തില്ല എന്നല്ല, പ്രതിസന്ധികൾ കടന്നു വരികയില്ല എന്നല്ല, തീയുടെ മടങ്ങ് ഏഴിട്ട് വർദ്ധിച്ചെന്നിരിക്കാം. ഹല്ലേലൂയ. സിംഹത്തിന്റെ കുഴിയിൽ ഇടത്തക്ക രീതി നിയമങ്ങൾ കടന്നു വന്നിരിക്കാം. നിന്നെ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ വന്നിരിക്കാം. നിന്നെ ആരും പരിഗണിക്കാത്ത അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ നിന്നെ പരിഗണിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിനക്ക് തുല്യമായിട്ട് ആരെയും കാണാതെ വേണ്ട നിന്നെ മാറ്റി നിർത്തിക്കൊണ്ട് നിന്നെ ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെ ഞാൻ പറയട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ സംരക്ഷണം വെളിപ്പെടാ. എന്തെല്ലാം ഭയങ്ങൾ കടന്നു വന്നാല്, എന്തെല്ലാം ഭീതികൾ കടന്നു വന്നാല്, നിന്നെ നിന്റെ കുടുംബത്തിൽ മേല ദൈവത്തിൽ നീ ആശ്രയം വയ്ക്കുന്നുവോ, ദൈവത്തിന്റെ സംരക്ഷണം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാ. ചില അടയാളങ്ങൾ നിന്റെ മേൽ ഇട്ടുകൊണ്ട് ദൈവം ചിലതിനെ നിന്റെ മേൽ നിന്ന് മാറ്റിവിടുവാനായിട്ട് ഇടയത്തിന് ഒഴിപ്പിച്ച് വിട്ടുകൊണ്ട് കർത്താവിന്റെ കൃപ നിന്റെ മേൽ വെളിപ്പെടാ. അടുത്തൊരു ജനറേഷനെ ഹല്ലേലൂയ പുറത്തു കൊണ്ടുവരത്തക്ക രീതി ദൈവത്തിന്റെ കരുതല്, ദൈവത്തിന്റെ പരിപാലന ദൈവം നിന്റെ മേൽ വെളിപ്പെടാ. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിന്റെ സംരക്ഷണം നിന്റെ മേൽ ഉണ്ട്. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, 2025 എന്തൊക്കെ നടക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ എന്തൊക്കെ നടക്കുമെന്ന് അങ്ങ് അറിയുന്നല്ലോ. കർത്താവേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. വിശ്വാസത്തോടു കൂടി അങ്ങിൽ ആശ്രയിക്കുന്ന ദൈവ പൈതന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സംരക്ഷണത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടു. അപ്പൊ ഈ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ അങ്ങയുടെ സംരക്ഷണം വെളിപ്പെടട്ടെ. അവരുടെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ സംരക്ഷണം വെളിപ്പെടട്ടെ. അങ്ങ് അവരെ പരിഗണിക്കണമേ. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്ത് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ കർത്താവേ. ഒരു കേടും പറ്റാതെ വേണം കർത്താവേ. ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി കർത്താവേ അങ്ങക്ക് വേണ്ടി ചലിക്കണമേ. അങ്ങയുടെ സംരക്ഷണ വലയം യേശുവിന്റെ നാമത്തെ തന്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടട്ടെ. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആക്കുന്നു. ഇവർ കുലുങ്ങാതെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിൽക്കട്ടെ കർത്താവേ. അങ്ങയുടെ സംരക്ഷണം ഇവരുടെ ജീവിതത്തിനകത്ത്, ഇവരുടെ കുടുംബത്തിനകത്ത്, ഇവരുടെ തലമുറയുടെ മേൽ, ഇവരുടെ ജോലി മേഖലയ്ക്ക്, ഇവരുടെ ആത്മീയ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ കർത്താവേ. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.